വഖഫ് നിയമത്തിനെതിരെ ബംഗാളിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടി. ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു, 118 പേരെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഈ അക്രമ സംഭവങ്ങളുടെ, കലാപങ്ങളുടെ ഒക്കെ കേന്ദ്രമായി ബംഗാൾ, അതിൻ്റെ പരിസരമൊക്കെ മാറുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമോ ഇപ്പോൾ നടക്കുന്നത്? കൃഷ്ണരാജ്, വഖഫ് ഭേദഗതി ബില്ല് ഈ കടന്നുപോയ ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതിന് ശേഷം വ്യാപകമായ അക്രമത്തിന്, അതായത് രാജ്യത്തൊട്ടാകെ വലിയ അക്രമ പരമ്പരകളാണ് ഇസ്ലാമിക ഭീകരശക്തികൾ ലക്ഷ്യമിട്ടത്. മാത്രമല്ല, അത് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ മാത്രമല്ല, ഈ മുസ്ലിം ലീഗൊക്കെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം അക്രമങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് CAA പോലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ പൊതുസമൂഹം ഒരു ഘട്ടത്തിൽ, അതായത് CAAയുടെ ആദ്യ ഘട്ടത്തിൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അത് പിന്നീട് വലിയ കലാപമായി പല സ്ഥലങ്ങളിൽ, ഡൽഹിയിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മാറിയിരുന്നു. എന്നാൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇത്തരം കലാപത്തിന് ഭീകര സ്വഭാവമുള്ള സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുവെങ്കിലും അത് ഒരർത്ഥത്തിലും വിജയിച്ചിട്ടില്ല. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു, ക്യാമ്പസുകളിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തി. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെല്ലാം കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ മാത്രമാണ് ഇതിന് വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ബംഗാളിൽ നമ്മൾ CAA കാലത്ത് കണ്ടതിന് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. 3 പേർ ഇതിനകം മരണപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിനിടയിൽ. മുർഷിദാബാദ്, അതുപോലെ തന്നെ മാൽഡ, ഇങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലാണ് ഇപ്പോൾ ഈ വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് 118 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമാണ് ബംഗാൾ സർക്കാർ വ്യക്തമാക്കുന്നത്. അതിലുപരി ഈ അക്രമം തടയുവാനോ അക്രമകാരികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുവാനോ ബംഗാളിലെ മമതാ സർക്കാർ തയ്യാറായിട്ടുള്ളത് മാത്രമല്ല, മമതാ ബാനർജി തുടർച്ചയായി ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും നടത്തുകയാണ്. ഇന്നലെ തന്നെ മമത നടത്തിയ ഒരു പ്രതികരണം എന്നത് വഖഫ് നിയമം ഒരു കാരണവശാലും ബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നതാണ്. നേരത്തെ CAAയുടെ കാലത്തും ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. പക്ഷേ നമുക്കറിയാം, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം അത് രാജ്യത്തൊട്ടാകെ നടപ്പാക്കപ്പെടും. അന്ന് പിണറായി വിജയനും മമതാ ബാനർജിയും പോലുള്ള മുഖ്യമന്ത്രിമാർ ഇതേപോലത്തെ പ്രതികരണങ്ങൾ നടത്തി സ്വയം അപഹാസ്യരായ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മമത പറയുന്നത് അത് ബംഗാളിൽ നടപ്പാക്കില്ല എന്നാണ്. അപ്പോൾ ഇത്തരം പ്രതികരണം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ വ്യാപകമായ അക്രമം നടത്തുകയാണ്. ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നു, വാഹനങ്ങൾ ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ ജനക്കൂട്ടം പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ പോലും ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ബംഗാളിൽ ഈ സ്ഥിതി വളരെ മോശമായി തന്നെ തുടരുന്നു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ തീവ്രവാദികൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതല്ലാതെ കാര്യമായ അക്രമ സംഭവങ്ങൾ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിന് വിരുദ്ധമായി ബംഗാളിൽ മാത്രം CAAയുടെ കാലത്ത് കണ്ടതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ തുടരുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, വഖഫ് നിയമത്തിനെതിരെ ബംഗാളിൽ ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം രൂക്ഷമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.